മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് പടമായ വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യക്കാരാണെന്നതിന് ഉറപ്പുള്ള യാതൊരു രേഖയുമില്ലെന്ന്, ആ രേഖ നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞു വരുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയെക്കുറിച്ചാണ്. പാസ്പോർട്ട് പൗരത്വത്തിന്റെ അന്തിമ രേഖയല്ലെന്ന വാദത്തെക്കുറിച്ചാണ്. അപ്പോൾ ഏതാണ് ആ രേഖ? നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് വെറുമൊരു യാത്രാ രേഖയാണോ? അതോ നമ്മൾ ഇന്ത്യക്കാരാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണോ? ഇത്രയും കാലം നമ്മൾ കരുതിയത് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് പല അവകാശങ്ങളുമുണ്ട്, നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണെന്നാണ്. എന്നാൽ ഇനി അത് അങ്ങനെയല്ല. പാസ്പോർട്ട് പൗരത്വത്തിന്റെ അന്തിമ രേഖയല്ലത്രേ. പാസ്പോർട്ട് വെറും യാത്രാ രേഖയാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. കർശനമായ പോലീസ് പരിശോധനയും വെരിഫിക്കേഷനും കഴിഞ്ഞു കിട്ടുന്ന ഒരു രേഖയെ ഇത്ര ലാഘവത്തോടെ തള്ളിക്കളയാൻ കേന്ദ്ര സർക്കാരിന് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് അടുത്ത ചോദ്യം. ഇവിടെയും തീരുന്നില്ല. ആധാർ, വോട്ടർ ID, പാൻ ഇതൊന്നും മതിയായ രേഖകളല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ജൂൺ 24 പാസ്പോർട്ട് സേവാ ദിനത്തിൽ അധികൃതർ നടത്തിയ ഈ പ്രസ്താവന കേവലം ഒരു വാക്കായി കാണാൻ കഴിയില്ല. ഇതിനു പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. തീർത്തും രാജ്യത്തെ സാധാരണക്കാരനെ വലയ്ക്കുന്ന പ്രഖ്യാപനമാണിത്. പോലീസും ഇന്റലിജൻസും അന്വേഷണം നടത്തി നൽകുന്ന കൃത്യമായ ഒരു രേഖയ്ക്ക് പൗരത്വം തെളിയിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കഴിയുക? പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഈ വിചിത്രമായ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ കപിൽ സിബൽ ചോദിക്കുന്നത് പോലെ പാസ്പോർട്ടും തെളിവല്ലെങ്കിൽ പിന്നെ ഏത് രേഖയാണ് പൗരത്വത്തിന്റെ ആധികാരിക രേഖ? ഒരു സാധാരണ ബൂത്ത് ലെവൽ ഓഫീസർക്ക് പോലും ഒരാളുടെ പൗരത്വത്തിൽ സംശയം പ്രകടിപ്പിച്ച് വോട്ടവകാശം റദ്ദാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണോ ഭരണകൂടം? വിഷയത്തിൽ മഹുവ മൊയ്ത്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് ഇന്ത്യൻ പൗരത്വത്തിന്റെ ഏക തെളിവ് ഭരണകക്ഷിയുടെ വോട്ടറായിരിക്കുക എന്നത് മാത്രമായി മാറിയിരിക്കുന്നു. ഇത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന, പൗരന്മാരെ ഭയപ്പെടുത്തുന്ന ഒരു സമീപനമാണ് എന്നത് തീർച്ചയാണ്. ഇനി ഇന്നലകളിലേക്കൊന്ന് പോയി വരാം. 1967 പാസ്പോർട്ട് നിയമത്തിലെ ഒരു ചെറിയ പഴുത് ഉപയോഗിച്ച് ഈ വലിയ തീരുമാനത്തെ ന്യായീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ശ്രീലങ്കൻ അഭയാർത്ഥി വിഷയത്തെ ഉദാഹരണമായി പറയുമ്പോൾ സർക്കാർ മറച്ചുപിടിക്കുന്ന ഒരു സത്യമുണ്ട്. അത് പൗരത്വമില്ലാത്തവർക്ക് നൽകുന്ന പ്രത്യേക യാത്രാ രേഖയാണ് എന്നതാണ്. എന്നാൽ ആ നിയമത്തെ മുഴുവൻ ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാക്കുന്ന വിധം വളച്ചൊടിക്കുന്നത് വിവേചനപരമായ നീക്കങ്ങൾക്ക് കളമൊരുക്കുന്നതാണെന്ന് സംശയമില്ല. നേരെ ചൊവ്വെ പറഞ്ഞാൽ അഭയാർത്ഥികളെയും സാധാരണ പൗരന്മാരെയും ഒരേ കണ്ണടയിലൂടെ കാണാനുള്ള നീക്കം അങ്ങേയറ്റം അപലപനീയമാണ് എന്നത് സാരം. പാസ്പോർട്ടും അന്തിമ രേഖയല്ലെങ്കിൽ നാളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വന്നു ചോദിച്ചാൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് കാണിക്കണം? സ്വന്തം രാജ്യത്ത് വിദേശിയെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണോ? നമ്മുടെ പൗരത്വം ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല, അത് നമ്മുടെ ജന്മാവകാശമാണ്. ഈ നിലപാടിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യമാണ്.